മന്ത്രി സണ്ണി ജോസഫിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ബെന്നി തോമസ് രാജിവെച്ചു. ബന്ധു നിയമന വിവാദത്തിലാണ് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ സഹോദരി ഭർത്താവ് രാജിവെച്ചത്. രാജിക്കത്ത് മുഖ്യമന്ത്രിക്ക് കൈമാറി. ജനം ഇമ്പാക്റ്റ് ആണ്, കാരണം ജനം ടി വിയാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവരുന്നത്. ഇത്തരത്തിലൊരു ബന്ധു നിയമനം നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നു എന്നുള്ളത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ജ്യോതിഷ് ജനാർദ്ദനൻ ചേരുന്നു. ജ്യോതിഷ്, ജനം ടി വി പുറത്തു കൊണ്ടുവന്നൊരു വാർത്തയാണ്. ഈ നിയമനവുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ളയാണ് ഈ വാർത്ത ആദ്യം ചെയ്യുന്നത്. പിന്നീടാണ് മറ്റു മാധ്യമങ്ങളും ഈ വാർത്ത ചെയ്യുന്നത്. ഇപ്പോൾ രാജിവെച്ചൊഴിയേണ്ടി വന്നിരിക്കുന്നു അല്ലേ? പ്രജിത്ത്, തീർച്ചയായിട്ടും ഇന്നലെയാണെങ്കിലും അതിനെ സംരക്ഷിക്കാനുള്ള തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കാനുള്ള സമീപനമായിരുന്നു വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. എന്നാൽ ഒടുവിൽ ഗതികെട്ട് പുറത്ത് പോകേണ്ട ഒരു സാഹചര്യമാണ് ബെന്നി തോമസിന് ഉണ്ടായത്. അല്പസമയം മുമ്പാണ് ബെന്നി തോമസ് തന്റെ രാജിക്കത്ത് മുഖ്യമന്ത്രിക്ക് കൈമാറിയിരിക്കുന്നത്. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്ന സ്ഥാനത്ത് നിന്നാണ് ഇപ്പോൾ രാജി സമർപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ വലിയ രീതിയിൽ വിവാദമായതെ തുടർന്ന് മുഖ്യമന്ത്രിക്കും ഇത് വലിയ രീതിയിലുള്ള അതൃപ്തി ഉണ്ടായിരുന്നു. തന്റെ മന്ത്രിസഭയിൽ അധികാരമേറ്റപ്പോൾ ഉടൻ തന്നെ ഒരു വലിയ ബന്ധു നിയമനം വിവാദം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിക്കും ഇന്നലെ അതൃപ്തി ഉണ്ടായിരുന്നു. അത് KPCC യോഗത്തിൽ അറിയിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ എല്ലാ പശ്ചാത്തലത്തിലാണ് വലിയ രീതിയിൽ വിവാദമായതിനെ തുടർന്നാണ് ഇപ്പോൾ രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ മന്ത്രി ഇന്നലെയാണ് പോലും വൈദ്യുതി മന്ത്രി ഇതിനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ട്. കാരണം തന്റെ അഭിഭാഷകനായ അനിയനെ അല്ല താൻ ഇതിൽ നിയമിച്ചിരിക്കുന്നത്, പാർട്ടിക്കാരനായ തന്റെ അളിയനെയാണ് നിയമിച്ചിരിക്കുന്നത് എന്നാണ്. പാർട്ടി പ്രവർത്തന പാരമ്പര്യമുള്ള ആളാണ് തന്റെ അളിയൻ. അതുകൊണ്ട് തന്നെ ഈ നിയമനത്തിൽ ഒരു തെറ്റുമില്ല. ഇതിന് പ്രൈവറ്റ് പേഴ്സണൽ സ്റ്റാഫിൽ നിയമിക്കുന്നതിന് യോഗ്യതയോ അയോഗ്യതയോ ഒന്നും അങ്ങനത്തെ ഇത് ഇല്ല, യോഗ്യതാ മാനദണ്ഡമോ അയോഗ്യതാ മാനദണ്ഡമോ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്ന ഒരു പ്രവണതയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. പക്ഷേ അതൊന്നും വിലപ്പായില്ല എന്നാണ് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത്. ഇപ്പൊ എന്താണേലും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ ബെന്നി തോമസ് രാജിവെച്ചിരിക്കുകയാണ്. രാജിക്കത്ത് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇത് രാജിക്കത്ത് സ്വീകരിച്ചിട്ടുമുണ്ട്. പ്രജിത്ത്, അവിടെ തന്നെയാണ് പ്രശ്നം നിലനിൽക്കുന്നത് ജ്യോതിഷേ. കാരണം ഇതാദ്യം ഈ വാർത്ത പുറത്തു വരുന്ന സമയത്ത് ആദ്യം അദ്ദേഹം പ്രതികരിക്കാൻ വൈദ്യുതി മന്ത്രി തയ്യാറായിരുന്നില്ല. പിന്നീട് അദ്ദേഹം പ്രതികരിച്ച സമയത്ത് അതിനെ വളരെ സാമാന്യവൽക്കരിക്കുന്ന രീതിയിലേക്ക് പോയി. തൻ്റെ അനിയനല്ലല്ലോ അളിയനല്ലേ ജോലി നൽകിയിരിക്കുന്നത് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ വിചിത്രമായിട്ടുള്ള വാദം. അതിലെ പ്രശ്നങ്ങൾ പലകുറി ചൂണ്ടിക്കാട്ടിയതാണ്. സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഒരു തരത്തിലുള്ള നെപ്പോട്ടിസത്തിനും താൻ പിന്തുണ കൊടുക്കില്ല, അല്ലെങ്കിൽ ആ രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിക്കില്ല എന്നുള്ളത് തന്നെയാണ് സത്യപ്രതിജ്ഞയിലടക്കം പറയുന്നത്. പക്ഷേ പിന്നീട് വന്നപ്പോൾ ഫലത്തിൽ അങ്ങനെയല്ല സംഭവിച്ചത് എന്നുള്ളതായിരുന്നു നമ്മളിതിൽ ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട വിഷയം. അത് വലിയ രീതിയിലുള്ള ശമ്പളമുള്ള, അതേസമയം മറ്റ് ആനുകൂല്യങ്ങൾ ഒരുപാട് ലഭിക്കുന്ന ഒരു പോസ്റ്റിലേക്ക് സ്വന്തം അളിയനെ കൊണ്ടിരുത്താൻ ഒരു തരത്തിലുള്ള തെറ്റും ആദ്യഘട്ടങ്ങളിൽ പിന്നീട് പ്രതികരിക്കുന്ന സമയത്ത് പോലും ഈ മന്ത്രി കണ്ടില്ല എന്നുള്ളതാണ്. മുരളീധരനെ പോലെയുള്ള മറ്റ് മന്ത്രിമാരും ഇതിനെ പിന്തുണച്ചു എന്നുള്ളൊരു പ്രശ്നവും അവിടെ നിലനിൽക്കുന്നു. ഒടുവിൽ പക്ഷേ നാണം കെട്ട് രാജിവെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹത്തിൻ്റെ അളിയനെ തള്ളിവിട്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയേണ്ടത്. ഇനിയിപ്പോൾ അനിയത്തിയോട് എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ തന്നെ കാണേണ്ടി വരില്ല ഇപ്പോൾ ജ്യോതിഷേ. പ്രജിത്ത്, തീർച്ചയായിട്ടും. കാരണം ആദ്യ സമയത്തൊന്നും ഈ പ്രജിത്ത് പറഞ്ഞ പോലെ തന്നെ മന്ത്രി ഒരു പ്രതികരണവും നടത്തിയില്ല. കാരണം പ്രതികരിക്കാതിരുന്നാൽ ഇതിൽ നിന്ന് ഒഴിവാകാൻ രക്ഷപ്പെടാം എന്നുള്ളൊരു തെറ്റായ ധാരണയായിരുന്നു മന്ത്രിക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു നിവൃത്തി ഇല്ലാതെ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ഒരു പ്രതികരണം നടത്തിയത്. അതും വളരെ ലളിതമായിട്ടാണ്. ഇത് തന്റെ സ്റ്റാഫിലേക്കുള്ള നിയമനമാണ്, അല്ലാണ്ട് പരീക്ഷ നടത്തി നിയമിക്കേണ്ട ഒരു പോസ്റ്റ് അല്ല എന്ന് പറഞ്ഞ് വളരെയധികം നിസ്സാരവൽക്കരിച്ചുള്ള ഒരു സമീപനമായിരുന്നു. എന്നാൽ അങ്ങനെയെങ്കിലും ഈ വാർത്തയിൽ നിന്ന് മാധ്യമങ്ങൾ പിന്നോട്ട് പോകുന്ന വിചാരമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ